നീ ഇതെവിടെയാടാ? നീ എന്തൊരു കൂട്ടുകാരനാ. ഒരാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോ, അപ്പ അവിടെ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞിട്ട് നിന്നെ ഇങ്ങോട്ട് കാണാൻ പോലും ഇല്ലല്ലോ. വിളിച്ചാ പോലും ഫോൺ എടുക്കാതായി അവൻ. പിന്നെ തിരക്ക്. നീ ഇങ്ങോട്ട് വല്ലതും വരുന്നുണ്ടോ? ഞാൻ വിളിച്ചത് എന്റെ മരുന്നൊക്കെ തീർന്നടാ. നീ ഒന്ന് വാങ്ങിച്ചോണ്ട് തരുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നാളെയോ? നാളെ പോരെ, ഇന്ന് തന്നെ വേണം. മൊത്തം കഴിഞ്ഞിരിക്കുക. ശരി. ശരി എന്നാ, നീ എത്തുമ്പോൾ വിളിക്ക. ഓക്കെ. എന്തോ ഒരു പന്തികേടുണ്ടല്ലോ, മൊത്തത്തിലൊരു പരിങ്ങല. എന്തേലും ആവട്ടെ. രഘുവിന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കണമായിരുന്നു. നീ അവന് നല്ല ടെൻഷനില്ല. താനൊന്ന് നോക്ക്, നമുക്ക് ഈ കാര്യം എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യണം. ഇല്ലടോ, അവളെ നല്ലപോലെ അവർ ഉപദ്രവിക്കുന്നുണ്ട്. അവര് നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിയടോ, എന്നാലും തിരക്ക് കഴിഞ്ഞ് താൻ വിളിക്കും. വക്കീലേ, എന്താണ് മൈൻഡ് ചെയ്യാതെ പോകുന്നത്? മോഹനം പറഞ്ഞോ എന്നെ മൈൻഡ് ചെയ്യണ്ടെന്ന്? അങ്ങനൊന്നുമില്ല. ഇനിയിപ്പോ മോഹനം പറഞ്ഞാൽ തന്നെ ഞാനെന്തിനാ സുഖം മൈൻഡ് ചെയ്യാതിരിക്കുന്നത്? എനിക്കറിയോ, നിങ്ങളുടെ ക്ലയന്റും കക്ഷിയൊക്കെ ആയിരിക്കും. പക്ഷെ അവരീ ചെയ്യുന്നത് ശരിയാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് ശരിയല്ലാന്ന് തോന്നിയതുകൊണ്ടല്ലേ സുധേ ഞാൻ ആ കേസിൽ ഇടപെട്ടത്. അതുകൊണ്ടല്ലേ അവൻ്റെ അച്ഛന് വീട്ടിൽ പോകാൻ പറ്റിയത്. അവിടെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. കുഴപ്പമുണ്ടായില്ലേന്ന് ചോദിച്ചാ ചെറിയൊരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? ഞാൻ ഈ കാര്യം അരുന്നതി അറിയിച്ചിട്ടുണ്ട്. എന്തിനാ എല്ലാ കാര്യവും വിളിച്ച് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ചേട്ടാ, അവളുടെ ക്ലയന്റ് അല്ലേ ആവണേ. ക്ലയന്റ് അനുഭവിക്കുന്ന മാനസിക പീഡനം പിന്നെ അവളല്ലാതെ വേറെ ആരെങ്കിലും അറിയിക്കണോ? ഞാൻ പറഞ്ഞില്ലേ വക്കീലേ, നിങ്ങൾ ആദ്യമായിട്ട് തോക്കുന്ന കേസ് ഈ കേസായിരിക്കും. അതൊരിക്കലും ഇല്ല സുധേ. ഞാൻ നിങ്ങളോട് ഓരോ കാര്യം പറയുമ്പോഴും ഒന്നും മുഴുവൻ പറയാറില്ല. കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ഭാവവ്യത്യാസം അറിയാൻ ഞാൻ ഓരോന്ന് പറഞ്ഞു നോക്കുന്നതല്ലേ. അതുകൊണ്ടായിരിക്കും ആവണിയെടുത്ത് ചോദിച്ചത് രഘു അവളുടെ അച്ഛനല്ലേ. അങ്ങനെയുള്ള ചെറിയ പാളിച്ചകളൊക്കെ പറ്റും, മനുഷ്യനല്ലേ സുധേ. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, രഘുവും ആവണിയുടെ ഫാമിലിയും തമ്മിൽ എന്തോ കാര്യമായൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഈ കേസ് കഴിയുന്നതിന് മുന്നേ അതൊന്നും കണ്ടുപിടിക്കൂ. നിങ്ങളുടെ വായിന്നറിയാനുള്ള കൊതി കൊണ്ട് പറയുക. കളിയാക്കല്ലേ സുധേ. ഈ രഘുവിന്റെ CCTV ഫുട്ടേജ് കൊണ്ടുവന്ന് ഞാനല്ലേ. ഈ രഘുവിനാണ് ആവണി പൈസ ഇട്ട് കൊടുക്കുന്നത് കണ്ടുപിടിച്ചത് ഞാനല്ലേ. ഇതൊക്കെ കണ്ടുപിടിച്ച എനിക്ക് ഈ രഘുവും ആവണിയും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് സുധയ്ക്ക് തോന്നുന്നുണ്ടോ? 2 ദിവസം, 2 ദിവസത്തിനകം ഇതെല്ലാം കണ്ടുപിടിച്ച് ഞാൻ സുധയോട് ഒന്ന് പറയാം. കയ്യിലൊരു തെളിവും ഇല്ല, ഒന്നുമില്ല. എന്നാലും ഭയങ്കര കോൺഫിഡൻസാ. സമ്മതിക്കണം വക്കീലേ നിങ്ങളെ. ഇത് തന്നെയാണ് ഞാൻ ബാധിച്ച എല്ലാ കേസിലെയും പ്രതിഭാഗം വക്കീലന്മാർ പറയാറ്. തെളിവൊന്നും കയ്യിലില്ലെങ്കിലും കോൺഫിഡൻസ് അപാരമാണെന്ന്. പക്ഷേ ആ കേസെല്ലാം വിധി വരുമ്പോൾ വിജയം എനിക്ക് തന്നെയായിരുന്നു. അത് നാരായണ വക്കീലിൻ്റെ ഒരു കോൺഫിഡൻസ് തന്നെയാണ്. ഈ കേസിലെ സുധയ്ക്കത് നേരിട്ട് വിറ്റ്നസ് ചെയ്യാം. ട്രയൽ വരെ ഒന്ന് വെയിറ്റ് ചെയ്യും. അങ്ങനെ ആയിക്കോട്ടെ. 24 മണിക്കൂറും ചുമ്മാ ഇരിക്കുന്നേം കാണാം. ഓരോന്ന് തപ്പിയെടുത്തോണ്ട് വരികയും ചെയ്യുന്നുണ്ട്. എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ?